നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. കടങ്ങൾ തീരാനും ലോട്ടറി ഭാഗ്യം കിട്ടാനും അതുപോലെ തന്നെ അപ്രതീക്ഷിത ധനലാഭം ലഭിക്കാനും എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ മന്ത്രങ്ങൾ ചൊല്ലണം, എന്തൊക്കെ അനുഷ്ഠാനങ്ങൾ നടത്തണം, അനുഷ്ഠിക്കണം, അതുപോലെ ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം, ദാനം എന്നത് എന്തൊക്കെ ചെയ്യണം, അതുപോലെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇതുപോലുള്ള നിരവധി കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതിൽ പറയുന്നത് മുഴുവൻ 63 വർഷം കൊണ്ടുള്ള എൻ്റെ പ്രായോഗിക അറിവ് കൊണ്ട് പറയുന്നതാണ്. എനിക്ക് 63 വയസ്സായി. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ എൻ്റെ ഒരു അവതരണ രീതിയും ഒക്കെ അത്യാവശ്യം ബോറടിപ്പിക്കുന്ന രീതിയൊക്കെ ആയിരിക്കാം. പക്ഷേ 63 വർഷത്തെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും തുല്യ പ്രാധാന്യമുള്ളതാണ്. ആദ്യം പറയുന്നതും അവസാനം പറയുന്നതും ഇടയ്ക്കൊക്കെ പറയുന്നതും എല്ലാം തുല്യ പ്രാധാന്യമുള്ള തുല്യ പ്രസക്തിയുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഏറ്റവും ചുരുക്കിയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. എങ്കിലും ഇത് അല്പം ദീർഘിച്ച വീഡിയോ ആവാനാ സാധ്യത. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങൾ രാത്രി ഉറങ്ങുന്നത് 10 മണിക്കോ 11 മണിക്കോ ഒക്കെ ആയിരിക്കും. എഴുന്നേൽക്കുന്നത് 8 മണിക്കോ 9 മണിക്കോ ഒക്കെ ആയിരിക്കും. ഓക്കെ, ആദ്യം നന്നായിട്ട് ഉറങ്ങുക. അതാണ് ഏറ്റവും പ്രധാനം. കാരണം എങ്കിലേ നമ്മുടെ ബുദ്ധി പരമാവധി പ്രവർത്തനക്ഷമമാവുകയുള്ളൂ. നന്നായിട്ട് ഉറങ്ങുക. അത് നേരത്തെ ഉറങ്ങുക. അതായത് പണ്ടത്തെ ആൾക്കാർ അങ്ങനെ ആയിരുന്നല്ലോ. പണ്ട് ഈ ഇലക്ട്രിസിറ്റിയും വാട്സാപ്പും ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ പണ്ടത്തെ ആൾക്കാർ ഒരു 6, 6:30, 7 മണിയാകുമ്പോഴത്തേക്ക് അത്താഴം കഴിഞ്ഞ് കിടന്ന് ഉറങ്ങും. എന്നിട്ട് വെളുപ്പിന് നേരത്തെ എഴുന്നേക്കും. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കണം, നിർബന്ധമാണ്. എന്താണ് ബ്രഹ്മമുഹൂർത്തം? നിങ്ങൾക്കറിയാം, ഭൂരിപക്ഷം പേർക്കും അറിയാമെങ്കിലും അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഇപ്പോൾ ഈ കാലയളവിൽ ബ്രഹ്മമുഹൂർത്തം വരുന്നത് ഏകദേശം രാവിലെ 4:45 രാവിലെ 5:30 ഇടയ്ക്കാണ്. ഞങ്ങളുടെ ചാനലിൽ 2 ദിവസം കൂടുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഈ ദിനഫലങ്ങൾ, രാശിഫലങ്ങളിൽ ഞങ്ങൾ എല്ലാ ദിവസത്തെയും ബ്രഹ്മമുഹൂർത്തം ഷാർപ്പ് കൃത്യം പറയാറുണ്ട്. ഇപ്പോൾ ഏറ്റവും ഉദാഹരണത്തിന് ഒക്ടോബർ 29-ാം തീയതിയും 30-ാം തീയതിയും ബ്രഹ്മമുഹൂർത്തം വരുന്നത് 4:45 AM മുതൽ 5:33 AM വരെയാണ്. ഇങ്ങനെയുള്ള ഷാർപ്പ് കണക്കുകൾ എല്ലാ ദിവസവും ഞങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് പക്ഷേ ഈ 1-2 മിനിറ്റ് വ്യത്യാസം വരാറുള്ളൂ, അങ്ങോട്ടോ ഇങ്ങോട്ടോ. അപ്പോൾ നിർബന്ധമായിട്ടും ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിരിക്കണം. നിർബന്ധമാണത്. ഇപ്പം ഞാൻ എല്ലാ ദിവസവും 4 മണിക്ക് എഴുന്നേക്കും. 5:13 ഷാർപ്പ് ഞാൻ പ്രാർത്ഥിച്ചിരിക്കും. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഇതാണ്. ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് ലോട്ടറി വരെ അടിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആയിരിക്കില്ല കിട്ടുന്നത്. വയസ്സൊക്കെ ആയി മൂത്ത് നരച്ച് കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുമ്പോഴായിരിക്കും കിട്ടുന്നത്. അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് ഇപ്പോൾ ഈ മാസങ്ങളിൽ, ഈ ആഴ്ചകളിൽ നമുക്ക് അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാവണം, കടങ്ങൾ തീരണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ
ഒരു 5 മണിക്കെങ്കിലും നിങ്ങൾക്ക് എഴുന്നേക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു 5:15 നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഞാൻ ഈ 5:13 പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു സംഖ്യാശാസ്ത്രമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിത ധനലാഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, എനിക്ക് വർക്കൗട്ട് ആവുന്നുണ്ട് കാര്യം. മറ്റ് പലർക്കും ഞാനിത് പറഞ്ഞു കൊടുത്ത് അവർക്കും വർക്കൗട്ട് ആവുന്നുണ്ട് കാര്യങ്ങൾ. ലോട്ടറി തന്നെ അടിക്കണമെന്നില്ല, ഏതെങ്കിലും തരത്തിൽ അപ്രതീക്ഷിത ധനലാഭങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ബ്രഹ്മമുഹൂർത്തത്തിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി വരുന്ന സമയമാണ്. അതുമാത്രമല്ല, ദുരാത്മാക്കളെല്ലാം ഭൂമിയിൽ നിന്ന് അകന്നു നിൽക്കുന്ന സമയമാണ് ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ഏറ്റവും വിശിഷ്ടമായ, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ഘനഗംഭീരമായ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മുഹൂർത്തമാണ് ബ്രഹ്മമുഹൂർത്തം. അപ്പോൾ ഈ 5 മണിക്ക് മിനിമം എഴുന്നേറ്റിരിക്കുക, ഏറ്റവും മിനിമം. അതിന് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ വേറെ മാജിക്കൊന്നുമില്ല, നേരത്തെ കിടന്ന് ഉറങ്ങിയാൽ മതി. ഒരു 8 മണിയാകുമ്പോൾ കിടന്ന് ഉറങ്ങാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% നിങ്ങൾ ആദ്യം ഇതിനെക്കുറിച്ച് കേൾക്കുന്നവർ, ഇത് ചെയ്യാത്തവർ വിചാരിക്കും ഇതൊന്നും നടക്കത്തില്ല. പക്ഷേ ഒരു 2 ആഴ്ച കഠിന പരിശ്രമം നടത്തി കഴിഞ്ഞാൽ, ഈ വീഡിയോയിൽ കഠിന പരിശ്രമം കൊണ്ട് നേടാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഏറിപ്പോയ ഒരു മാസം 100-200 രൂപ ചിലവാകുന്ന പൂജകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതായത് നിസ്സാരമായിട്ട് നിങ്ങൾക്ക് 1 രൂപ ചിലവില്ലാതെ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാം. 8 മണിക്ക് എല്ലാവർക്കും കിടന്ന് ഉറങ്ങാൻ ഒക്കത്തില്ല, ശീലമില്ലാത്തവർക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മണിക്കൂർ ഉറങ്ങിയാൽ എനിക്ക് ഓക്കെയാണ്. അപ്പോൾ ഞാൻ എപ്പോൾ കിടന്നാലും 6 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഞാൻ എഴുന്നേൽക്കും. ഇന്നും ഇപ്പോൾ 4 മണിയാകും, അലാറം ഒന്നും ഇല്ലാതെ എഴുന്നേക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ഒരു 2 ആഴ്ച ആദ്യം വലിയ പരിശ്രമം വേണം, ശീലമില്ലാത്തവർക്ക്. സാധാരണ 8 മണിക്ക് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എന്തെങ്കിലും പ്രാധാന്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ്. നിങ്ങൾക്ക് 8 മണിക്ക് ഉറങ്ങാൻ പറ്റും. ആദ്യമൊക്കെ പ്രയാസമായിരിക്കും. അത് പ്രായോഗികമായിട്ടുള്ള പരിജ്ഞാനം കൊണ്ട് ഞാൻ പറയുന്നത് ഇതാണ്: എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് അല്ലെങ്കിൽ 4:30 അല്ലെങ്കിൽ 4:45 അല്ലെങ്കിൽ 5 മണിക്ക് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ അലാറം വെച്ച് ആദ്യ ദിവസങ്ങളിൽ എഴുന്നേൽക്കണം. അപ്പോൾ ഉറക്കച്ചടവുകളായിരിക്കും ആദ്യമൊക്കെ എഴുന്നേൽക്കുന്നത്. അപ്പോൾ 5:13 പ്രാർത്ഥിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എങ്കിലും നിങ്ങളുടെ ഒരു സൗകര്യം അനുസരിച്ച് 5:30 മുമ്പായിട്ട് പ്രാർത്ഥിക്കണം. അത് തന്നെ ഏറ്റവും മിനിമം പ്രാർത്ഥന ചെയ്തിരിക്കണം, ഏറ്റവും മിനിമം. അതിപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കേട്ട് പരിചയമുള്ള കേട്ട് തഴക്കം വന്ന മന്ത്രങ്ങൾ മാത്രമാണ്. അല്ലാതെ മന്ത്രങ്ങൾ കോടിക്കണക്കിനുണ്ട്. ഓക്കെ, മന്ത്രങ്ങൾ കോടിക്കണക്കിനുണ്ട്. അതെല്ലാം കൂടെ നമുക്ക് ചൊല്ലാനൊന്നും ഒക്കത്തില്ല. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഏറ്റവും ശക്തിയേറിയ ചെറുമന്ത്രങ്ങൾ ആണ് ഞാൻ ആദ്യം ചൊല്ലുക. 5:13 ഞാൻ പ്രാർത്ഥിക്കുന്ന ഇതാണ്. അത് ഒരു 4 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കാവുന്ന ചെറുമന്ത്രങ്ങളാണ്, മൂലമന്ത്രങ്ങളാണ് ഞാൻ ആദ്യം ചൊല്ലുന്നത്. അത് ഒക്കെ ചൊല്ലിയതിന് ശേഷം തീർച്ചയായിട്ടും 6 മണിക്ക് ഞാൻ ഗണപതി ക്ഷേത്രത്തിൽ ഈ ഗണപതി ഹോമം തൊഴാറുണ്ട് എല്ലാ ദിവസവും. ഇന്നും പോയിരുന്നു. ഓക്കെ, ഗണപതി ഹോമം അത് വെറുതെ അങ്ങ് തൊഴുതട്ട് ഓടിപ്പോരുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അവിടുത്തെ ഗണപതി ഹോമം
തുടങ്ങി ആ കർപ്പൂരം കത്തിക്കുന്ന ആ സമയം വരെ നിർബന്ധമായിട്ടും അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഓം ഗംഗണപതേ എന്നുള്ള മന്ത്രം ചൊല്ലിക്കൊണ്ട് നമ്മൾ ഗണപതി ഹോമം പൂർത്തിയായി അതിൻ്റെ കർപ്പൂരം തൊഴുത് പിന്നെ ഈ ഹോമകുണ്ടത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ച് തിരുമേനിക്ക് ഒരു ദക്ഷിണ കൊടുത്ത് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം വാങ്ങിക്കുക. അതിന് എല്ലാ ദിവസവും നിങ്ങൾ ഗണപതി ഹോമം ഇവിടെ ഞങ്ങൾ പോകുന്നത് പറഞ്ഞാൽ ഇവിടെ കളക്ട്രേറ്റിനടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിലാണ് എല്ലാ ദിവസവും. അപ്പോൾ അവിടെ ഞങ്ങൾ എല്ലാ ദിവസവും ഗണപതി ഹോമം നടത്താറില്ല. പക്ഷേ അവിടെ കൃത്യമായിട്ട് ഗണപതിക്ക് മിനിമം ഞാൻ ഒരു 10 രൂപ ദക്ഷിണ കാണിക്കയിടും. അതിനുശേഷം ഈ തിരുമേനിക്ക് ഒരു 10 രൂപ ദക്ഷിണ കൊടുത്ത് അതിൻ്റെ കരി ഗണപതി ഹോമത്തിൻ്റെ കരി ഉൾപ്പെടെയുള്ള പ്രസാദം വാങ്ങിക്കും. ഓക്കെ. പിന്നെ നിരവധി അമ്പലങ്ങളിൽ ഞാൻ പോകാറുണ്ട്. ഓക്കെ, അതൊക്കെ പറയാം. എന്നിട്ട് സംഭവം ഒരു 6:30-ക്ക് ശേഷം 6:45-ന് ശേഷമാണ് ഞാൻ മറ്റ് സാധാരണ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത്. അപ്പോൾ സമയം കിട്ടുമ്പോഴെല്ലാം ഈ പറഞ്ഞതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോകണം. പിന്നെ ഈ ഗണപതി ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കേണ്ട മൂലമന്ത്രങ്ങൾ ഞാനൊന്ന് പറയാം. അത് വാട്സാപ്പിൽ ഞാനുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അത് ടൈപ്പ് ചെയ്ത മെസ്സേജ് ഞാൻ ഇടാം. വാട്സാപ്പിൽ ഫോൺ വിളിക്കരുത്. അതുപോലെ തന്നെ ഈ ദക്ഷിണ ഈ കാര്യങ്ങൾ 63 വർഷത്തെ എക്സ്പീരിയൻസ് പറഞ്ഞു തരുമ്പോൾ എന്തെങ്കിലും ഒരു ദക്ഷിണ തരണം എന്ന് വിചാരിച്ച് പണമായിട്ടൊന്നും തരണ്ട. മറിച്ച് ദക്ഷിണയായിട്ട് ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഈ ലോട്ടറിയിലെയും മറ്റും ഭാഗ്യ നമ്പരും നിങ്ങളുടെ ഭാഗ്യ നമ്പരും ഏത് ദിവസം ഏത് ഡേറ്റ് എടുത്താൽ കൂടുതൽ സാധ്യത, അതുപോലെ തന്നെ ഏത് നക്ഷത്രം നിൽക്കുമ്പോൾ ചന്ദ്രൻ ഏത് രാശിയിൽ നിൽക്കുമ്പോൾ എടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനും വേണ്ടി നിങ്ങൾക്ക് ഈ ലോട്ടറി ഭാഗ്യം കിട്ടാനുള്ള സാധ്യത ഗ്രഹനിലയിലുണ്ടോ എന്നൊക്കെ അറിയാനും വേണ്ടി നിങ്ങൾ എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ തന്നു കഴിഞ്ഞാൽ ഞാനത് നോക്കി പറഞ്ഞു തരാം. അപ്പോൾ അത് ഫോൺ വിളിക്കരുത്, മറിച്ച് വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ. അപ്പോൾ രാവിലെ 5:13 ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, മൂലമന്ത്രങ്ങൾ, അത് എല്ലാം തന്നെ നിങ്ങൾ കേട്ടിട്ടുള്ളത് തന്നെ ആയിരിക്കും. എന്നാലും ഞാൻ എല്ലാവർക്കും വേണ്ടി ഒന്ന് മന്ത്രിക്കാം. ആദ്യം ഓം എന്ന് പറയുന്ന ഓംകാര മന്ത്രം 9 തവണ അല്ലെങ്കിൽ 3 തവണ ചൊല്ലുക. അത് തന്നെ ഓം 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 എന്നല്ല പറയേണ്ടത്, നീളത്തിൽ തന്നെ വളരെ സാവധാനത്തിൽ, വളരെ സമാധാനത്തോടുകൂടി ഇങ്ങനെ നീളത്തിൽ ഓംകാര മന്ത്രം മിനിമം 3 തവണ അല്ലെങ്കിൽ 9 തവണ ചൊല്ലുക. പിന്നെ ഓം ഗംഗണപതേ നമ 9 തവണ, ഓം നമഃശിവായ. ഈ മൂലമന്ത്രങ്ങളിൽ ഏറ്റവും അതിശക്തമായിട്ടുള്ള മന്ത്രം ഓം നമഃശിവായ തന്നെയാണ്. ഓക്കെ. പിന്നെ ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ 9 തവണ. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ഖ്രൂം നമ പരായ ഗോപ്ത്രേ, ഓം വജത് ഭുവേ നമ, ഓം നാഗരാജായ വിദ്മഹേ പദ്മഹസ്തായ ധീമഹി തന്നോ രാഹു പ്രചോദയാത്. പിന്നെ ഞാൻ ഈ മന്ത്രങ്ങളെല്ലാം 9 ചൊല്ലിയിട്ട്
ഓം നമഃശിവായ ഞാൻ വീണ്ടും ആവർത്തിക്കും. അതെൻ്റെ ഒരു ശീലമാണ്. അപ്പോൾ ഇത് ചെയ്യും. ഇതിന് 9 തവണ വീതം ചൊല്ലുന്ന ശേഷം 4 മിനിറ്റേ എടുക്കുകയുള്ളൂ. ഓക്കെ. പിന്നെ ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് കർമ്മം ചെയ്താലും കർമ്മം ചെയ്യുന്നതിനോടൊപ്പം വീട്ടിൽ സ്ത്രീകൾ പാത്രം കഴുകുമ്പോഴും മന്ത്രങ്ങൾ ഏതെങ്കിലും ചൊല്ലിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഉദ്യോഗസ്ഥരാണെങ്കിൽ ഫയലൊക്കെ നോക്കുമ്പോൾ മനസ്സിൽ ഒച്ചത്തിൽ ചൊല്ലണ്ട, ഒച്ചത്തിൽ ചൊല്ലിയ ആൾക്കാർ വിചാരിക്കുന്നത് വട്ടുപിടിച്ചെന്ന് ആയിരിക്കും. ഓം നമഃശിവായ, ഓം നമോ നാരായണായ, ഇതൊക്കെ ചൊല്ലിക്കൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അത് തന്നെ ക്ഷേത്രങ്ങൾ തുറന്നിരിക്കുമ്പോഴേ ഈ പറഞ്ഞ മന്ത്രങ്ങളൊക്കെ ചൊല്ലാൻ പാടുള്ളൂ. ക്ഷേത്രം അടഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്യാമളാദണ്ഡകം, കാളിദാസൻ എഴുതിയ ദേവീ ഗീതമാണ്. എല്ലാ ദേവിമാരെയും പ്രകീർത്തിക്കുന്ന സംസ്കൃത ഗീതമാണ്. അത് ഒരു തവണ ചൊല്ലുന്നതിന് ആദ്യമൊക്കെ ചൊല്ലുമ്പോൾ ഒരു 15 മിനിറ്റൊക്കെ എടുക്കും. പിന്നെ ഞാനൊക്കെ സ്ഥിരം ചൊല്ലുന്നുണ്ട് 7 മിനിറ്റ് അറൗണ്ട് എടുക്കാറുള്ളൂ. അത് 27 തവണ ചൊല്ലുന്ന ആൾക്കാരുണ്ട്. ഒരു ന്യൂ ജനറേഷൻ പയ്യനെ എനിക്കറിയാം. 27 തവണ ശ്യാമളാദണ്ഡകം ചൊല്ലുന്നതിന് ഏകദേശം 3-4 മണിക്കൂർ വേണം. അത് കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലണമെന്നില്ല. രാവിലെ 1 മണിക്കൂർ, ഉച്ചയ്ക്ക് 1 മണിക്കൂർ, ഇത് എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം. ഉച്ചയ്ക്ക് 12 മണിക്കും രാത്രി 12 മണിക്കും ഒക്കെ ശ്യാമളാദണ്ഡകം ചൊല്ലാം. അപ്പോൾ അമ്പലം അടഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്യാമളാദണ്ഡകം ചൊല്ലണം. അപ്പോൾ ഈ 27 തവണ ചൊല്ലുന്ന ഒരു ന്യൂ ജനറേഷൻ പയ്യനെ എനിക്ക് നേരിട്ടറിയാം. അയാൾക്ക് IAS കിട്ടി. IAS കാരനാണ്. ഇങ്ങനെ 27 തവണയൊക്കെ ശ്യാമളാദണ്ഡകം ചൊല്ലുന്ന നിരവധി ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അവരാരും എന്നെപ്പോലെ ഇങ്ങനെ പറഞ്ഞു നടക്കത്തില്ല. ഓക്കെ, പറഞ്ഞു നടന്ന ഭാഗ്യം പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അമ്പലം അടഞ്ഞിരിക്കുന്ന സമയത്ത് ശ്യാമളാദണ്ഡകം ചൊല്ലുക. അല്ലാത്ത സമയത്ത് ഓം നമഃശിവായ അല്ലെങ്കിൽ ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ ഒക്കെ ചൊല്ലുക. പിന്നെ തീർച്ചയായിട്ടും വിഷ്ണു സഹസ്രനാമം. ഇത്രയും മന്ത്രങ്ങളെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. വേറെയൊക്കെ ഉണ്ട്, നിരവധി മന്ത്രങ്ങൾ, കോടിക്കണക്കിന് മന്ത്രങ്ങളാണ്. അതെല്ലാം കൂടെ ചൊല്ലാൻ ഒരു ജന്മം മതിയാവില്ല. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ എല്ലാവരും ഭയങ്കര തിരക്ക് പിടിച്ചോടിയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഏറ്റവും മിനിമം മന്ത്രങ്ങളാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മന്ത്രങ്ങളൊക്കെ ഇതൊക്കെ ചൊല്ലുക. ഇതൊക്കെ തുടക്കമാണ്, ഒരു ദിവസത്തിൻ്റെ തുടക്കങ്ങളാണ്. പിന്നെ കൃത്യനിഷ്ഠ നിർബന്ധമാണ്, പാലിക്കണം. കൃത്യമായിട്ട് ഉറങ്ങുക, കൃത്യമായിട്ട് ഉണരുക, കൃത്യമായിട്ട് കുളിക്കുക, കൃത്യമായിട്ടുള്ള ടൈമിൽ പ്രാർത്ഥിക്കുക. ഞാൻ 5-13 മിനിമം നമ്മൾ അത് പ്രാർത്ഥിച്ചിരിക്കും ഈ പറഞ്ഞ മന്ത്രങ്ങൾ. എന്നിട്ട് കൃത്യസമയം എടുത്ത് നമ്മൾ നിർബന്ധമായിട്ടും ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ നടക്കണം. ക്ഷേത്ര ദർശനം കൃത്യസമയത്തായിരിക്കണം. അതുപോലെ തന്നെ കൃത്യസമയത്ത് തന്നെ ആഹാരം കഴിക്കണം. മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ കൃത്യം ടൈമിൽ അത് എന്താ പറയുക, നമ്മൾ മരുന്ന് കഴിക്കുക, ആഹാരം കഴിക്കുക, കുളിക്കുന്നതും എല്ലാം ഷാർപ്പ് ടൈമിലായിരിക്കണം. അത് പാലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും തീർച്ചയായിട്ടും പരമാവധി നിങ്ങളുടെ ശരീരവും മനസ്സും പ്രവർത്തനക്ഷമമാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേറേത്, ദാനം ചെയ്യുക. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കണം.
പിന്നെ കൃത്യനിഷ്ഠ പാലിക്കണം. മന്ത്രങ്ങൾ ഞാൻ ഏകദേശം പറഞ്ഞു. പിന്നെ ദാനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 1,00,000 രൂപ ആർക്കെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അന്നദാനമാണ് ഏറ്റവും പ്രധാനം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും, ഒരു നേരമെങ്കിലും ആർക്കെങ്കിലും, ഏതെങ്കിലും ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ദാനം ചെയ്യുക. അതിന് പറ്റിയില്ലെങ്കിൽ, സാഹചര്യം വന്നില്ലെങ്കിൽ ഒരാൾക്കൊരു ചായ വാങ്ങിച്ചു കൊടുക്കുക. 10 രൂപ തൊട്ട് 15 രൂപ വരെയാണ് ഇപ്പോൾ ചായയുടെ വില. ഓക്കെ, ഒരു ചായ വാങ്ങിച്ചു കൊടുക്കുന്നത് അന്നദാനത്തിൽ കൂട്ടാം. പിന്നെ മറ്റെന്തൊക്കെ ദാനം ചെയ്യാമോ അതെല്ലാം ദാനം ചെയ്യാം. നിങ്ങളുടെ ഇപ്പോൾ ഒരവസ്ഥ അനുസരിച്ച് നിങ്ങൾ ദാനം ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഭിക്ഷക്കാരൻ വരുമ്പോൾ നിങ്ങളുടെ പോക്കറ്റിൽ നാണയത്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും 1 രൂപയുടെ നാണയമെങ്കിലും കൊടുക്കുക. അതല്ലെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ അയാളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചിട്ട് പറയണം, ഇപ്പോൾ എൻ്റെ ചില്ലറയൊന്നുമില്ല, ഇനി കാണുമ്പോൾ ഞാൻ ദാനം ചെയ്യാം എന്ന് പറയുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. അതായത് നമ്മുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ല, പക്ഷേ എന്നിട്ടും നമുക്ക് ഒന്ന് പുഞ്ചിരിക്കാൻ പറ്റും. ഒരു കുശല അന്വേഷണം, ഒരു കുശല സംഭാഷണം നമുക്ക് പറയാൻ പറ്റും. അത് ഈശ്വരൻ തന്ന കഴിവാണ്. ഈശ്വരൻ നമ്മളെ സമ്പന്നനാക്കി ആണ് നമ്മളെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചേക്കുന്നത്. ഓക്കെ, ഇനി ഈ വിഷയത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മാറിയിട്ട് ഞാൻ മറ്റ് 1-2 കാര്യങ്ങൾ പറയാം. കടം എല്ലാവർക്കും ഉണ്ട്. എനിക്കുണ്ടായിരുന്നു കടങ്ങൾ. 2013 സെപ്റ്റംബർ വരെ എനിക്ക് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കടങ്ങളൊക്കെ എടുത്ത് ബിസിനസ് ചെയ്ത് നല്ല രീതിയിൽ എനിക്ക് അനുഭവമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് 2013 ശേഷം ഞാൻ കടം എടുക്കാറില്ല. ഇപ്പോൾ എനിക്ക് 1 രൂപ ലോണില്ല. ഓക്കെ, ഉള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ടങ്ങ് ജീവിച്ചു പോവുകയാണ്. ഓക്കെ, അതും പ്രധാനമാണ്. നമ്മൾ ഇപ്പോൾ ബെൻസ് കാർ തന്നെ വേണമെന്നില്ല. ഒരു സാധാരണ ഒരു ബൈക്കായാലും നമുക്ക് വാഹനമായി. അതുകൊണ്ട് തൃപ്തിപ്പെടുകയാണെങ്കിൽ നമ്മളാണ് ഏറ്റവും വലിയ കോടീശ്വരൻ. അതായത് നമ്മുടെ കയ്യിലുള്ളത് വെച്ച് നമ്മൾ തൃപ്തിപ്പെടുകയാണെങ്കിൽ നമ്മളാണ് ഏറ്റവും വലിയ ധനികൻ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഭിക്ഷക്കാരനെ കണ്ടു. അയാൾ അവിടെ നിന്ന് ചായയും വടയും ഒക്കെ കഴിക്കുകയാണ്. ഒരു ഭിക്ഷക്കാരനാണ് അയാളുടെ കയ്യിൽ ഒന്നുമില്ല. അയാൾ കാക്കകൾക്ക് ഇത് കൊടുക്കുകയാണ്. അയാൾ കഴിക്കുന്നുമുണ്ട്, കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്നുമുണ്ട്. നോക്കുക, ഒരു ഭിക്ഷക്കാരനാണ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ദാനമൊക്കെ വലിയ ഇഫക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ കടം, നബാർഡിൻ്റെ കണക്കനുസരിച്ച്, ഔദ്യോഗികമായിട്ടുള്ള കണക്കനുസരിച്ച് കേരളത്തിൽ 65% കുടുംബങ്ങളും കടക്കെണിയിലാണ്. ഇത് ഇതാണ് ഒഫീഷ്യൽ എന്ന് പറയുമ്പോൾ ഈ നാഷണലൈസ്ഡ് ബാങ്കുകളുടെയും സഹകരണ ബാങ്കുകളുടെയും കടം ഉള്ളവരുടെ മാത്രം കണക്കാണ് 65%. അതേസമയം നാടൻ ബ്ലേഡുകാരുടെ കയ്യിൽ നിന്നും കൂടെ കടമെടുത്തവരുടെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 90%-ലധികം മലയാളി കുടുംബങ്ങളും കടക്കെണിയിലാണ്. ഇത് കേരളത്തിൻ്റെ കാര്യം. ലോകത്തിൻ്റെ കാര്യമോ? ലോകരാജ്യങ്ങളുടെ മൊത്തം കടമെന്ന് പറയുന്നത് ഔദ്യോഗികമായിട്ട് തന്നെ 30,000 ലക്ഷം കോടി രൂപ കവിഞ്ഞു.
ഒഫീഷ്യലായിട്ടുള്ള. അൺഒഫീഷ്യലായിട്ടുള്ള കണക്ക് ഏകദേശം എനിക്ക് ലഭിച്ചേക്കുന്നത് ഏകദേശം 32,000 ലക്ഷം കോടി രൂപയാണ് ലോകരാജ്യങ്ങളുടെ മൊത്തം കടം. നിങ്ങളുടെ കടം ശാശ്വതമായിട്ട് പരിഹരിക്കാൻ പറ്റുമോ? ആരെങ്കിലും പെട്ടെന്ന് നിങ്ങൾക്ക് ദാനം ചെയ്യുന്നു എന്ന് വെച്ചോ, ഒരു 10-15 ലക്ഷം രൂപ, അങ്ങനെ നിങ്ങളുടെ കടം തീർന്നെന്ന് വെച്ചോ, പിന്നെയും കടമുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വ്യവസ്ഥിതിയിൽ നമുക്ക് സമ്പൂർണവും ശാശ്വതവുമായിട്ട് കടങ്ങൾ തീർക്കാൻ പറ്റില്ല, ഉറപ്പാണത്. ഈ സിസ്റ്റം, അതായത് കറൻസി ബേസ്ഡ് സിസ്റ്റം വന്നത് ഏകദേശം 5000 കൊല്ലം ആയി. ഈ കാലയളവിൽ മുഴുവൻ, ഈ 50 നൂറ്റാണ്ടുകളിലും പകുതിയിലേറെ ആൾക്കാർ പട്ടിണിയിലാണ്, ദരിദ്രരാണ്. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റം എത്രത്തോളം ശാസ്ത്രീയമാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ ഈ രാജ്യങ്ങളുടെ എല്ലാം മൊത്തം കടം 30,000 ലക്ഷം കോടി രൂപ. ലോകത്തിൻ്റെ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം ഏകദേശം 10,000 ലക്ഷം കോടി രൂപ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ 1 കോടി കയ്യിലുള്ളവൻ 3 കോടി കടവായിട്ട് നിൽക്കുകയാണ്. ഡെപ്റ്റ് ടു ലോക രാജ്യങ്ങളുടെ മൊത്തം ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത് 328% കവിഞ്ഞു. ഒഫീഷ്യലായിട്ട്, അനൗദ്യോഗികമായിട്ട് ഡെപ്റ്റ് ടു GDP റേഷ്യോ 378% കവിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് 100 രൂപ കയ്യിലുള്ളവൻ 90 രൂപയിൽ കൂടുതൽ കടമെടുക്കാൻ പാടില്ല. സാമ്പത്തിക വിദഗ്ധർ പറയുന്നതാണ്. ഓക്കെ, പക്ഷേ ലോക രാജ്യങ്ങളും മൊത്തം വാങ്ങിച്ചേക്കുന്ന കടമെന്ന് പറയുന്നത് 328% ഒഫീഷ്യലി, അൺഒഫീഷ്യലി 378% ആണ് ഡെപ്റ്റ് ടു GDP റേഷ്യോ. കടക്കെണിയിലാണ് മനുഷ്യവംശം. ഈ കടം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് ലോകത്തൊരാൾക്കും അറിയില്ല. ഭീകരമായ കാര്യമാണ്. ഇതൊന്നും മലയാളിക്ക് അറിയത്തില്ല. ഓക്കെ, ഈ കടം എങ്ങനെ തീർക്കുമെന്നുള്ളത് സാമ്പത്തിക വിദഗ്ധർക്കും അറിയില്ല, രാഷ്ട്ര നേതാക്കൾക്കും അറിയില്ല, നമുക്കും അറിയില്ല. ഭീകരമായ സത്യമാണ്. ഇതൊന്നും മലയാളി ചർച്ച ചെയ്യത്തില്ല. മലയാളി സ്വർണ്ണപ്പാളിയുടെ ഇടയിൽ കിടന്ന് കുരുങ്ങിയാണ്. പിന്നെ വേറെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഇവർ ഈ അന്തിചർച്ചയിലൊക്കെ ഇട്ട് കളിക്കുന്നത്. പക്ഷേ ലോകം തകർന്നു കഴിഞ്ഞു. ഈ സിസ്റ്റം സമ്പൂർണ്ണമായി, അതായത് കറൻസി ബേസ്ഡ് സിസ്റ്റം അശാസ്ത്രീയമാണെന്ന് തെളിയുന്ന തരത്തിൽ സമ്പൂർണ്ണമായും ലോകത്തെ സമ്പദ് വ്യവസ്ഥ തകർന്നു കഴിഞ്ഞു. ഓക്കെ, വലിയ വിഷയമാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. എന്തായാലും ഇതിന് ഈ 30,000 ലക്ഷം കോടി രൂപയുടെ കടം 1 സെക്കൻഡ് കൊണ്ട് തീർക്കാം എന്ന് അവകാശപ്പെടുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ. 1 സെക്കൻഡ് കൊണ്ട് തീർക്കാം. കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കടം എത്രയാണ്? ഒഫീഷ്യലി അത് 5 ലക്ഷം കോടി എന്നൊക്കെ പറയും. പക്ഷേ അൺഒഫീഷ്യലി 7 ലക്ഷം കോടി കവിഞ്ഞു. ഈ കടമൊക്കെ 1 സെക്കൻഡ് കൊണ്ട് തീർക്കാമെന്ന് അവകാശപ്പെടുന്നവർ കേരളത്തിലുണ്ട്. മലയാളികൾ അറിഞ്ഞിട്ടില്ല. അതായത് നിങ്ങളുടെ കടം അത് 1 ലക്ഷമോ 1 കോടിയോ ആവട്ടെ, അതും ഇന്ത്യയുടെ കടം ഏകദേശം 320 ലക്ഷം കോടി രൂപയാണ്.
അതിൻ്റെ ഷാർപ്പ് കണക്ക് ഞാൻ ഓർക്കുന്നില്ല, ഏതാണ്ടൊരു 333 എൻ്റെ ഒരു കണക്കുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കടം, പിന്നെ ഈ 30,000 ലക്ഷം കോടി രൂപയുടെ കടം, ഇതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം. പുതിയ വ്യവസ്ഥയെ കുറിച്ച് ആൾക്കാർ പറഞ്ഞു തുടങ്ങി. അതായത് 2000 സാമ്പത്തിക വിദഗ്ധർ സപ്പോർട്ട് ചെയ്യുന്ന ആശയം വന്നു കഴിഞ്ഞു. 34 വർഷം കൊണ്ട് രൂപപ്പെടുത്തിയ കറൻസി രഹിത വ്യവസ്ഥ എന്ന് പറഞ്ഞൊരു ആശയമുണ്ട്. അതിനെപ്പറ്റിയുള്ള വീഡിയോകൾ യൂട്യൂബിൽ ലഭ്യമാണ്. കറൻസി രഹിത വ്യവസ്ഥ, കറൻസി ഫ്രീ സിസ്റ്റം എന്ന് നിങ്ങൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ വീഡിയോ കിട്ടുന്നതാണ്. ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ് കേരളത്തിലെ അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധനാണ്. അദ്ദേഹം ഉൾപ്പെടെ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലോജിക് ബുള്ളറ്റിൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് വീഡിയോ വന്നിട്ടുണ്ട്. കാണാൻ ശ്രമിക്കുക. ഞങ്ങളും ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണാൻ ശ്രമിക്കുക. കറൻസി രഹിത വ്യവസ്ഥ എന്ന് മലയാളത്തിലോ കറൻസി ഫ്രീ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് കിട്ടുന്നതാണ്. അപ്പോൾ അത് നമ്മൾ പഠിക്കണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തൊരാൾക്കും ഈ കടം തീർക്കാൻ അറിയില്ല. ഇപ്പോൾ ഞാൻ ഈ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ പറയുന്നു, അതുകൊണ്ട് ചിലരുടെ കടങ്ങൾ താൽക്കാലികമായി തീർക്കാൻ പറ്റുമെന്നേ ഉള്ളൂ. സമ്പൂർണവും ശാശ്വതവുമായിട്ട് ഈ കടങ്ങൾ തീർക്കുകയും 100 ദിവസം കൊണ്ട്, വെറും 100 ദിവസം കൊണ്ട് ലോകം സമ്പൽ സമൃദ്ധമാക്കാം എന്നുള്ള ആശയമാണ് കറൻസി രഹിത വ്യവസ്ഥ. അതൊക്കെ മലയാളികൾ പഠിക്കണം. അല്ലാതെ വെറുതെ സ്വർണ്ണപ്പാളി അങ്ങനെയുള്ള കാര്യങ്ങൾ, ലോക്കൽ വിഷയങ്ങളിൽ ഒതുങ്ങിപ്പോകരുത് മലയാളി വലിയ ബുദ്ധിമാന്മാരാണ്. ഓക്കെ, വെറുതെ ഈ ലോക്കൽ വിഷയങ്ങളിട്ട് നിങ്ങളെ ഡൈവേർട്ട് ചെയ്യുകയാണ്, ഡിസ്ട്രാക്റ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ ശ്രദ്ധ ഡിസ്ട്രാക്റ്റ് ചെയ്യുകയാണ് കേരളത്തിലെ ഓരോ മാധ്യമങ്ങളും. അതിനവർക്ക് പല അജണ്ടകളുണ്ട്. എന്തുകൊണ്ട് അവർ ഈ 30,000 ലക്ഷം കോടി രൂപയുടെ കടത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല? അതിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് മറ്റ് പല ലോക്കൽ വിഷയങ്ങളും എടുത്ത് പർവ്വതീകരിച്ച് അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കടങ്ങൾ തീർക്കാൻ തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളും മറ്റുമൊക്കെ ഉപകരിക്കും. പിന്നെ ലോട്ടറിയുടെ കാര്യത്തിലോട്ട് വരാം. എനിക്ക് 35 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ലോട്ടറിയായിട്ട് ബന്ധപ്പെട്ട്. ലോട്ടറി അടിച്ചിട്ടുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ സമ്മാനങ്ങളൊക്കെ അടിച്ചിട്ടുള്ളൂ. പക്ഷേ അത് ന്യൂമറോളജിയും ജ്യോതിശാസ്ത്രവും വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ലോട്ടറി അടിക്കുകയില്ലയോ എന്നുള്ളത്. നിങ്ങളുടെ ഗ്രഹനിലയിൽ രാഹു അഥവാ സർപ്പം അനുകൂലമാണെങ്കിൽ മാത്രമേ അതിനുള്ള സാധ്യത കൂടുതൽ വരുള്ളൂ. എൻ്റെ ഗ്രഹനിലയിൽ രാഹു അനുകൂലമല്ല. എങ്കിലും എനിക്ക് ലോട്ടറി അടിച്ചില്ലെങ്കിലും മറ്റ് തരത്തിൽ അപ്രതീക്ഷിത ധനലാഭങ്ങൾ കിട്ടാറുണ്ട്. ഓക്കെ, അത് കൂടാതെ ഇപ്പോൾ കഴിഞ്ഞ 3 മാസത്തിന് മുമ്പ് ഒന്നാം സമ്മാനം 1 കോടി രൂപ കഷ്ടിച്ചു പോയി. അതായത് ഒന്നാം സമ്മാനം 1 കോടി രൂപ, അത് അതിൻ്റെ 6 നമ്പറാണല്ലോ അതിനകത്തുള്ളത്. അതിൽ 2ാമത്തെ നമ്പരും 5ാമത്തെ നമ്പരും പരസ്പരം മാറിപ്പോയി. ബാക്കി എല്ലാം കറക്റ്റ്, സീരിയൽ വളരെ കറക്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഏതാണ്ട് 20 വർഷത്തിന് മുമ്പ് ഒന്നാം സമ്മാനം സീരിയലും കറക്റ്റ്, ആദ്യത്തെ 5 നമ്പരും ഷാർപ്പ് കറക്റ്റ്, അവസാനത്തെ നമ്പർ 4 പകരം 7 വന്നു. ഒന്നാം സമ്മാനം സീരിയൽ വരെ കറക്റ്റ്. അന്ന് 5 ലക്ഷമോ 10 ലക്ഷമോ കണ്ടായിരുന്നു ഒന്നാം സമ്മാനം. പിന്നെ ഒരു 3-4 വർഷത്തിന് മുമ്പ് 1 ലക്ഷം രൂപ, എല്ലാ നമ്പരും കറക്റ്റ്, സീരിയൽ മാറിപ്പോയി 1 ലക്ഷം രൂപ. അപ്പോൾ അങ്ങനെ
അതുമാത്രമല്ല നിരവധി വലിയ സമ്മാനങ്ങൾ എനിക്ക് കഷ്ടിച്ച് പോയിട്ടുണ്ട്. എങ്കിലും വല്ലപ്പോഴൊക്കെ നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. എന്നാൽ തന്നെയും ഞാൻ നിർദ്ദേശിക്കുന്ന ചില പ്രത്യേകത കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഭാഗ്യ നമ്പർ കണ്ടുപിടിക്കണം, ഭാഗ്യ ഡേറ്റുകൾ കണ്ടുപിടിക്കണം, നക്ഷത്രം, ഏറ്റവും ഭാഗ്യമുള്ള നക്ഷത്രം കണ്ടുപിടിക്കണം. ഇതൊക്കെ ഞങ്ങളായിട്ട് ബന്ധപ്പെട്ടാൽ പറഞ്ഞുതരാം. പിന്നെ ഒരു ലോട്ടറി എടുക്കാവുള്ളൂ. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പോയി ലക്ഷക്കണക്കിന് രൂപയ്ക്കൊന്നും ലോട്ടറി എടുത്തേക്കത്. ഒരു ലോട്ടറി എടുക്കേണ്ട കാര്യമുള്ളൂ. അടിക്കാനാണെങ്കിൽ അത് വെച്ച് നമുക്ക് സമ്മാനം കിട്ടും. അപ്പോൾ ഞാൻ അനുവർത്തിക്കുന്ന ചില ടിപ്പുകൾ ഞാൻ പറഞ്ഞു ലോട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട്. 5198 ഇതൊരു കോമ്പിനേഷൻ നമ്പറാണ്. ഇതിന് മിക്കവാറും ഈ ചെറിയ സമ്മാനങ്ങൾ അടിക്കാറുണ്ട്, ഒന്നാം സമ്മാനങ്ങളും അടിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ 5198 എന്ന് ഷാർപ്പ് വരുന്നതല്ല, മറിച്ച് 51981 8915 9185 അങ്ങനെയൊക്കെയുള്ള ഓരോ 4 നമ്പർ കൂടുന്ന ഓരോ നമ്പറുകൾക്കും 24 കോമ്പിനേഷൻ വരും. ഇപ്പോൾ 519ൻ്റെ കോമ്പിനേഷൻസ് ഞാൻ പറഞ്ഞു. അതുപോലെ ഭാഗ്യം സിദ്ധിക്കുന്ന ചില നമ്പറുകളുണ്ട്. മിക്കവാറും എല്ലാ ദിവസവും ഇതിൻ്റെ ഇനി പറയാൻ പോകുന്ന നമ്പറുകളുടെ കോമ്പിനേഷൻസ് വരാറുണ്ട്. അതിൻ്റെ എല്ലാം 24 കോമ്പിനേഷൻസും സാധ്യതയാണ്. 5198 5193 7219 4792 1963 3029 4038 ഇതെല്ലാം 24 കോമ്പിനേഷൻസിന് സാധ്യതയുണ്ട്. ഒരുപാട് നമ്പറുകളുണ്ട്. അത് എപ്പോഴും കിട്ടത്തില്ല, കിട്ടുമ്പോഴെടുക്കുക. അതുപോലെ തന്നെ ഞങ്ങൾ ഓണം ബമ്പറിൽ ഞങ്ങൾ പറഞ്ഞിരുന്ന ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 5 ഞങ്ങളുടെ ഈ വീഡിയോയിൽ ദിനഫലം വരുന്ന വീഡിയോകളിൽ ഭാഗ്യ നമ്പറുകൾ പറയുന്നുണ്ട്. ഓണം ബമ്പറിൻ്റെ ഭാഗ്യ നമ്പർ ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 5 എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒന്നാം സമ്മാനം അടിച്ച നമ്പറിൻ്റെ ആദ്യത്തെ നമ്പരും അവസാനത്തെ നമ്പരും 5. ഓക്കെ, നമ്മളൊരു ചെറിയ മീനാന്ന് വിചാരിക്കണ്ട. പിന്നെ നിരവധി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ലോട്ടറിയായിട്ട് ബന്ധപ്പെട്ട് ഉള്ള മന്ത്രം ഏതാണ്? ഓം നാഗരാജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ രാഹു പ്രചോദയാത്. വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ ഞാനത് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത മെസ്സേജ് ഇട്ട് തരാം. അതുപോലെ തന്നെ പൂജകൾ, സർപ്പദൈവങ്ങളെ ആരാധിക്കുക. കാര്യം ഞങ്ങൾ വിശ്വസിക്കുന്നത് രാഹു അഥവാ സർപ്പമാണ് ഈ ലോട്ടറിയിലും മറ്റും ഭാഗ്യം കൊണ്ടുവരുന്നത്. ഓക്കെ, സർപ്പദൈവങ്ങൾക്ക് 100 പാലും പുള്ളുവം പാട്ട്. ഇത് നിങ്ങൾ പ്രത്യേക ഭാഗ്യ നമ്പരും ഡേറ്റും നക്ഷത്രവും ഒക്കെ കണ്ടുപിടിച്ച് നിങ്ങൾ ലോട്ടറി എടുക്കുന്ന ദിവസം നിങ്ങളിത് ചെയ്യണം. 100 പാലും. ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ 40 രൂപയാണ് 100 പാലിനുള്ളത്. അത് രാവിലെ ചെന്ന് നമ്മൾ ചിറ്റെഴുതി 6 മണിക്ക് 6:30 ആകുമ്പോഴത്തേക്ക് ചെന്ന് ചിറ്റെഴുതി 7, 7:30, 8 മണിയാകുമ്പോൾ അഭിഷേകം തുടങ്ങും. ആ അഭിഷേകം മുഴുവൻ കാണുക. അന്നത്തെ ദിവസം സർപ്പദൈവങ്ങളെ ആരാധിക്കുന്ന ദിവസമായിരിക്കണം. അതുപോലെ തന്നെ പുള്ളുവം പാട്ട്. എന്നിട്ട് ആ അഭിഷേകം കഴിഞ്ഞിട്ട് പ്രസാദം വാങ്ങിച്ച് മുഴുവൻ കഴിക്കാം. ഏകദേശം ഒരു 1.5-2 മണിക്കൂർ നമ്മൾ അതിനു വേണ്ടി ചിലവാക്കുക. പിന്നെ പുള്ളുവം പാട്ട്. ഞങ്ങൾ ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ പുള്ളുവം പാട്ട് പാടുന്നതിന് 30 രൂപയാണ് ചിലവ് ചെയ്യുന്നത്. അപ്പോൾ 70 രൂപയുടെ പൂജ നമ്മൾ പറയുന്നു. ഓക്കെ, പിന്നെ ഈ മന്ത്രങ്ങൾ, ഈ മന്ത്രം പറഞ്ഞല്ലോ, ഓം നാഗരാജായ വിദ്മഹ എന്നുള്ള മന്ത്രം, അത് പരമാവധി തവണ ചൊല്ലുക. 9 തവണയല്ല, 108 തവണ, 1008 തവണ ഒക്കെ ചൊല്ലാം. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഭാഗ്യം വരും. ഓക്കെ, പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. ഏത് കർമ്മം ചെയ്താലും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക.
പിന്നെ വേറൊരു ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയാം. നമ്മൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നാട്ടുകാർ ആരെയാണോ ഏറ്റവും കൂടുതൽ പരിഹസിക്കുകയും പുച്ഛിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത് അവരെ നിങ്ങൾ സുഹൃത്തുക്കളാക്കുക. ഓക്കെ, അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമൂഹം വെറുക്കുന്നവർക്ക് ദൈവാധീനം കൂടുതലായിരിക്കും. ഓക്കെ, ക്ലിയറാണ് അത് ആ കാര്യം. ഏറ്റവും കൂടുതൽ ദൈവാധീനമുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ശത്രുക്കൾ ഉണ്ടാവുക. അവർ ശക്തന്മാരായിരിക്കുകയും ചെയ്യും, ജീവിതത്തിൽ വിജയം നേടുന്നവരായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വരുമ്പോൾ എന്തൊക്കെയാണ് ചുറ്റിൽ സംഭവിക്കുന്നതെന്നുള്ളത് സൂക്ഷ്മമായി നിരീക്ഷിക്കുക. ചിലർ വരുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങളുണ്ടാവും. അതായത് ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഫോൺ വരികയാണ്, ഇന്ന സംഭവം റെഡിയായി, ബാങ്കിൽ നിന്നായാലും കാശ് വന്ന് വിഡ്രോ ആയി, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. പെട്ടെന്ന് നിങ്ങളുടെ ഗൂഗിൾ പേയിലൊരു എമൗണ്ട് വരുന്നു, ഒരാൾ അടുത്തേക്ക് വരും. അപ്പോൾ അയാൾ ഭാഗ്യം കൊണ്ടുവരുന്ന ആളാണ്. അയാൾ ആരും ആവട്ടെ, ഏതൊരു ഭിക്ഷക്കാരനെ പോലും ആയിക്കോട്ടെ. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, നിങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ ഒരാളിങ്ങനെ കയറി വരുന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് അസാമാന്യമായിട്ടുള്ള തിരക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലുണ്ടാകുന്നു. ഭാഗ്യം കൊണ്ടുവരുന്നവരാണ്. അങ്ങനെയുള്ളവരെ നമ്മൾ സുഹൃത്തുക്കളാക്കണം. സമൂഹം അയാളെ ചിലപ്പോൾ വൃത്തികെട്ടവനെന്നോ ഒക്കെ വിമർശിക്കുന്ന ആളായിരിക്കും. പക്ഷെ അതൊന്നും നിങ്ങൾ നോക്കണ്ട. പ്രപഞ്ചശക്തി എന്ത് പറയുന്നു അതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിരവധി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എല്ലാം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിരവധി കാര്യങ്ങൾ ഇനിയുമുണ്ട്. അതുപോലെ തന്നെ കർമ്മശുദ്ധി, അത് ഏറ്റവും പ്രധാനമാണ്. അതായത് നിങ്ങൾ ഈശ്വരന് ഇഷ്ടപ്പെടാത്ത ഒന്നും ചിന്തിക്കുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. ഒരാളെപ്പറ്റി നമ്മൾ കുത്തുവാക്ക് പറയാതിരിക്കുക, ദുഷിച്ച് പറയാതിരിക്കുക. അങ്ങനെ പറയുന്നവരുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്തകൾ കൊണ്ടോ പോലും ഒരാളെ ദ്രോഹിക്കുന്നത് നമ്മൾ ചെയ്യാൻ പാടില്ല. ഈശ്വരന്, കാരണം നമ്മുടെ ഓരോ ചിന്തകൾ പോലും പ്രപഞ്ചശക്തി ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ ഈ പറഞ്ഞതൊക്കെ ഞാനുമായിട്ട് വ്യക്തിബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താം. പക്ഷെ ഒരു കാര്യമുണ്ട്, രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ, അതായത് രാവിലെ 5:30 മുമ്പായിട്ട് എനിക്ക് ഗുഡ് മോർണിംഗ് ഇടുന്നവരുമായിട്ട് മാത്രമേ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിനല്ല, 5000-ത്തിലധികം കോണ്ടാക്ട്സാണ് ഉള്ളത്. അപ്പോൾ രാവിലെ 5:30 മുമ്പായിട്ട് എനിക്ക് വാട്സാപ്പിൽ ഗുഡ് മോർണിംഗ് ഇടുകയാണെങ്കിൽ നമുക്ക് സൗഹൃദം പങ്കുവെക്കാം. ഓക്കെ, ഇതിപ്പോൾ 44 മിനിറ്റായി. അതുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. പക്ഷേ ഇത് എൻ്റെ അനുഭവങ്ങൾ, 63 വർഷത്തെ അനുഭവങ്ങൾ ഞാൻ പങ്കുവെക്കുന്നു. അതിനൊരു മൂല്യമുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ പറയാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി എനിക്ക് പറയാനുണ്ട്. അതൊക്കെ നമുക്ക് ഈ പറഞ്ഞ വ്യക്തിബന്ധം സ്ഥാപിച്ച ശേഷം സന്ദർഭം വരുമ്പോൾ ഞാൻ പറഞ്ഞുകൊള്ളാം. തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ
അപ്രതീക്ഷിത നേട്ടങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. നമസ്കാരം. ശുഭദിനം.